ഗ്യാസ് സിലിണ്ടർ പ്രതിസന്ധിയും വിറകടുപ്പ് പരിമിതിയും ബാധിക്കാത്ത ഒരു ചായക്കടയുണ്ട് പഴഞ്ഞി ജെറുസലേമിൽ. ഒരു അത്ഭുത അടുപ്പാണ് അടച്ചുപൂട്ടലിൽ നിന്ന് ഇവരെ രക്ഷിച്ചെടുത്തത്. ഈ പാചകവാതകമൊന്നും ഇല്ലാതെ തന്നെ വിറകടുപ്പും ഇല്ലാതെ തന്നെ പ്രവർത്തിക്കുന്ന ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ ഈ എല്ലാവിധ ടെക്നിക്സും ഒക്കെ ചെയ്തിട്ടുള്ള ഷാജിയാണ് നമ്മളിപ്പോൾ ഉള്ളത്. എങ്ങനെയുണ്ട് പ്രവർത്തനം? എങ്ങനെയാണ് ഈ അത്ഭുത അടുപ്പൊക്കെ സൃഷ്ടിച്ചത്? എങ്ങനെയാണ്? ഓയില് ഒറ്റി വീഴും, പിന്നെ നമ്മൾ ചെറിയ ബ്ലോവർ വെച്ചിട്ട് എയർ കൊടുത്തിട്ട് പ്രഷർ ചെയ്തിട്ടാണ് കത്തിക്കുന്നത്. ഓയില് നമ്മൾ ടാങ്കിൽ നിന്ന് ഓരോ ഒറ്റയായിട്ട് ഇതിലേക്ക് വീഴും. അതിന് നമ്മൾ ഈ എയർ കൊണ്ട് ഇതിന് പ്രഷർ ചെയ്തിട്ട് ഇത് കത്തിക്കുക. കറക്റ്റ് ചൂട്, നമുക്ക് ചൂട് പൊറോട്ട ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പാചകവാതകക്ഷാമം വന്നപ്പോൾ പകച്ചു നിൽക്കാനായിരുന്നില്ല പഴഞ്ഞി സ്കൂളിനടുത്ത് ചായക്കട നടത്തുന്ന ചെറുവത്തൂർ ഷാജിയുടെ തീരുമാനം. മെക്കാനിക്കിലുള്ള തന്റെ പ്രതിഭ ഒന്നുകൂടെ തേച്ചു മിനുക്കിയപ്പോൾ അത്ഭുത അടുപ്പ് സെറ്റായി. കരിയോയിലാണ് പ്രധാന ഇന്ധനം. വർക്ക്ഷോപ്പിൽ നിന്ന് സംഘടിപ്പിക്കുന്ന കരിയോയിൽ പ്രത്യേക സംഭരണിയിലാക്കി ആവശ്യാനുസരണം പൈപ്പുകളിലൂടെ ബ്ലോവർ വഴി വായുസമ്മർദ്ദം നടത്തി അടുപ്പിലെത്തുന്നതോടെ അണയാത്ത തീയും ചൂടും റെഡി. പുകയുടെ പ്രശ്നമോ വിഭവങ്ങൾക്ക് രുചിവ്യത്യാസമോ ഇല്ല. ഇതിന്റെ പ്രവർത്തനങ്ങൾ ഈ ആശയത്തേക്കൊക്കെ എങ്ങനെ നമ്മൾ മെക്കാനിക്കാണ്, സാധാ ഓട്ടോമാറ്റിക്കലി മെക്കാനിക്കാണ് നമ്മൾ ആദ്യം തന്നെ. അപ്പോൾ നമ്മൾ ഈ സാധനം നമുക്ക് ഇവിടെ കുറച്ച് ദിവസം ഗ്യാസ് കിട്ടാണ്ടായി. അപ്പോൾ ചായക്കടയൊക്കെ നിന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും അടുത്ത ഒരു കത്തിക്കാനുള്ള എന്തൊരു പരിപാടി, ഗ്യാസ് കിട്ടുന്നവരെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒരു ആശയം ചെയ്താണ് അത്. പൈപ്പ്, പിന്നെ ഒരു കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കണതാ, ബർണർ കാരണമൊക്കെ നമ്മൾ ഉണ്ടാക്കണതാ. എത്ര ദിവസം ഇപ്പോൾ വേറെ ഇത് കണ്ടിട്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ടോ? ആൾക്കാർ ഇഷ്ടം പോലെ അത് അടുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. രണ്ടിന് സെപ്പറേറ്റ് വേണം ഇന്ധനം. രണ്ടിന് സെപ്പറേറ്റ് ആയിട്ട് വരും. തീവണ്ടിക്ക് പോകുന്ന പോലെ സെറ്റപ്പ്. അപ്പൊ അതിൽ നിന്ന് കറക്റ്റ് വരും, ഇതിലേക്ക് എത്തും ബ്ലോവർ വഴി വന്നിട്ട്. ഈ വഴിക്കുന്നില്ല, ഇതിൽ വന്ന് ഓയിൽ ഇത് ബ്ലോവർ, ഒരു ബ്ലോവർ രണ്ട് കണക്ഷൻ മാത്രം. ഒരു പൊല്യൂഷനും ഇല്ല. വിറക് വെച്ച് കത്തിക്കാനുള്ള സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഐഡിയ കണ്ടതാ. സംഭവം ഹിറ്റായതോടെ വിവരം അറിഞ്ഞ് എത്തുന്നവരും നിരവധി. എല്ലാവർക്കും നല്ല അഭിപ്രായവുമാണ്. ചായ എന്തായാലും സാധാരണത്തെ പോലെ തന്നെ ചായ ഉണ്ട്, ഗ്യാസ് ഇല്ല എന്നുള്ളൊരു കുറവുകൂടെ കണ്ടിട്ടില്ല. എന്തായാലും അച്ചായ അടിപൊളിയായിട്ട് പരിപാടി ഗംഭീരമായിട്ട്, കാരണം അടുപ്പ് കണ്ടപ്പോൾ വളരെ അതിശയം തോന്നി. പഴഞ്ഞിക്കാർക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഇടിക്ക് ചായ അടിപൊളി സെറ്റപ്പല്ല. അത് കാണാൻ വേണ്ടിട്ട് പോകുന്നത് സെറ്റപ്പ്. എന്റെ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കാനുള്ള പരിപാടിയാ. അത് സൂപ്പർ ചായയാണ്. അറിഞ്ഞിട്ട് വന്നതാണ്, അറിയാൻ വേണ്ടി. ഗ്യാസ് ലഭ്യത കുറഞ്ഞപ്പോൾ അടച്ചിടേണ്ടി വരുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഈ ഒരു സംവിധാനം തങ്ങളുടെ ഉപജീവന മാർഗത്തിന് തടസ്സമില്ലാതെ കാത്തുവെന്ന് ഷാജിയുടെ സഹധർമ്മിണി വനജ പറഞ്ഞു. ഇല്ലല്ലോ എന്നപ്പോൾ ഷാജേട്ടൻ്റെ ഒരു ബുദ്ധിയിൽ ഉദിച്ച ഒരു തീരുമാനമാണത്. ഇല്ലില്ല, ഞങ്ങളിപ്പോൾ ഇവിടെ ജ്യൂസ് കൊടുത്തായിരുന്നു, ചായ കൊടുത്തായിരുന്നില്ല. എന്നിട്ട് പിന്നെ ഇത് 2 ദിവസം കൊണ്ട് സെറ്റാക്കി. അപ്പം അന്ന് ഒരു സ്റ്റവ് ഉണ്ടാക്കിയായിരുന്നത്, എന്നിട്ട് പിന്നെ 2 വേറെ ഉണ്ടാക്കി. മുമ്പും ചെയ്യാറുണ്ട്. ഉണ്ട്. മൂപ്പരാള് ഓട്ടോറിക്ഷയില് കേരളത്തില് 2ാമത് ഗ്യാസ് കയറ്റിയ ആളാ. ഓട്ടോറിക്ഷയില് മറ്റേ ഗ്യാസ് കയറ്റിയിട്ട് ഓടിയായിരുന്നില്ലേ, അത് ഷാജേട്ടൻ ചെയ്തിട്ടുണ്ട്. ചായയും പലഹാരങ്ങളും ഉണ്ടാക്കാൻ ഈ അടുപ്പ് വലിയ സഹായമെന്ന് ഇവിടുത്തെ തൊഴിലാളി പറയുന്നു. നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ കാലത്ത് കടികളൊക്കെ ഉണ്ടാക്കിയത് അതിൻ്റെ മേലെ ഈ അടുപ്പിൽ തന്നെ ഒന്നുമില്ല, മണല്ല. അടുപ്പ് ഹിറ്റായതോടെ നിരവധി പേരാണ് ഇത്തരമൊരു സംവിധാനം ഒരുക്കിത്തരണമെന്നാവശ്യപ്പെട്ട് ഇവിടെ എത്തുന്നത്. സഹപ്രവർത്തകരായ ഹോട്ടൽ ഉടമകൾക്ക് വേണ്ടി സജ്ജീകരിക്കാൻ ഷാജി തയ്യാറുമാണ്. എന്തായാലും ഗ്യാസ് കിട്ടിയാലും ഇല്ലെങ്കിലും ഈ കരിയോയിൽ അടുപ്പ് തുടരുവാൻ തന്നെയാണ് ഷാജിയുടെയും വനജയുടെയും തീരുമാനം.